ഇറാന്റെ ഒരു പടക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്ക അന്തർവാഹിനിയിൽ നിന്ന് പ്രയോഗിച്ച ടോർപിഡോ ഉപയോഗിച്ച് തകർത്തു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇത് മൂന്നാം തവണയാണ് ഒരു ശത്രുരാജ്യത്തിൻ്റെ പടക്കപ്പൽ ടോർപിഡോ വെച്ച് തകർക്കുന്നത്. ഏതൊരു നേവിയുടെയും കയ്യിലെ ഏറ്റവും അപകടം പിടിച്ച ആയുധമാണ് അന്തർവാഹിനി. കടലാഴങ്ങളിൽ പതുങ്ങിക്കിടന്നാൽ ഇവനെ കണ്ടെത്തുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ പടക്കപ്പലുകൾ ഏറ്റവും ഭയക്കുന്നതും സൂക്ഷിക്കുന്നതും ശത്രുരാജ്യങ്ങളുടെ അന്തർവാഹിനി അഥവാ സബ്മറൈനുകളെയാണ്. വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ് അന്തർവാഹിനികളുടേത്. ഇന്ത്യയടക്കം വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ അന്തർവാഹിനി സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളൂ. എന്നാൽ നമുക്കിന്ന് അന്തർവാഹിനികളെക്കുറിച്ച് ചർച്ച ചെയ്താലോ? എന്നാൽ തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ ജീവൻ. അത് തുടരണം എന്നപേക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. പൊതുവെ അന്തർവാഹിനികളെക്കുറിച്ച് സാധാരണക്കാർക്ക് വലിയ അറിവൊന്നും ഉണ്ടാകില്ല. അതിന് കാരണം ഈ ലോകത്ത് സൈനിക പ്രാധാന്യം മാത്രമുള്ള ഒരേ ഒരു ട്രാവൽ മീൻസ്, സഞ്ചാര ഉപാധിയാണ് അന്തർവാഹിനി. ബാക്കി എല്ലാ വാഹനങ്ങളും, കാറും ബസ്സും ലോറിയും വിമാനവും എല്ലാം സാധാരണ മനുഷ്യർക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. എന്നാൽ മുങ്ങിക്കപ്പലുകൾ, സബ്മറൈനുകൾ സൈന്യങ്ങളുടെ മാത്രം ഭാഗമാണ്. വലിയ സെലിബ്രിറ്റികൾക്ക് പ്രൈവറ്റ് ജെറ്റും കപ്പലുമൊക്കെ ഉണ്ട്. എന്നാൽ ഒരു പ്രൈവറ്റ് സബ്മറൈൻ ഇല്ല. കൊച്ചിയിൽ എല്ലാ ഡിസംബറിലും നടക്കുന്ന നേവൽ വീക്കിൽ പൊതുജനങ്ങൾക്ക് കപ്പലുകളിൽ കയറാനുള്ള അനുവാദമുണ്ട്. എന്നാൽ ഒരു സബ്മറൈനിൽ കയറാൻ കഴിയുമോ? പോട്ടെ, ഈ സാധനമൊന്ന് ദൂരെ നിന്ന് കാണുക പോലും പ്രയാസമുള്ള കാര്യമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സബ്മറൈൻ അഥവാ മുങ്ങിക്കപ്പൽ എന്ന് കേൾക്കുമ്പോൾ ഭയം തോന്നുന്ന ദുരൂഹമായൊരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ തെളിയുക. സൈന്യം ഈ ദുരൂഹത മനഃപൂർവ്വം തന്നെ നിലനിർത്തുന്നുമുണ്ട്. മുങ്ങിക്കപ്പലിൻ്റെ സയൻസ് വളരെ ലളിതമാണ്. എപ്പോഴും സയൻസ് ലളിതമാണല്ലോ. എങ്ങനെയാണ് ചില വസ്തുക്കൾ വെള്ളത്തിൽ മുങ്ങുന്നതും പൊങ്ങുന്നതും? അത് ആ വസ്തുവിൻ്റെ ഡെൻസിറ്റിയെ ബേസ് ചെയ്താണ് ഇരിക്കുക. ഡെൻസിറ്റി എന്നാൽ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ആ വസ്തുവിൻ്റെ ഭാരം. വെള്ളമാണ് അതിനെ ബേസ് ആക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞില്ല അല്ലേ? പറയാം, സിമ്പിളാണ്. 1 ലിറ്റർ വെള്ളത്തിൻ്റെ ഭാരം 1 കിലോയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയും 1 ആണ്. എന്നാൽ 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം 1 കിലോയിൽ താഴെയാണ്. അതായത് അതിൻ്റെ ഡെൻസിറ്റി 1-ൽ താഴെയാണ്, അഥവാ വെള്ളത്തേക്കാൾ കുറവാണ്. എന്നാൽ 1 ലിറ്റർ തേനിന് 1 ലിറ്റർ വെള്ളത്തേക്കാൾ ഭാരമുണ്ട്. വെള്ളത്തേക്കാൾ ഡെൻസിറ്റിയുള്ള എന്തും വെള്ളത്തിൽ താണുപോകും. വെള്ളത്തേക്കാൾ ഡെൻസിറ്റി കുറവാണെങ്കിൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതും തേൻ താണുപോകുന്നതും. ഡെൻസിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക് പൊങ്ങിക്കിടക്കുന്നതും ഇരുമ്പ് താണുപോകുന്നതും. വെള്ളം അതിൽ കിടക്കുന്ന വസ്തുവിൽ മുകളിലേക്ക് ഗുരുത്വാകർഷണത്തിനെതിരായി ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇതാണ് ബോയൻസി ഫോഴ്സ്. വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞ ഒരു വസ്തുവിൽ കൊടുക്കുന്ന മുകളിലേക്കുള്ള ആ ബോയൻസി ഫോഴ്സ് അതിൻ്റെ ഭാരം മൂലം ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായി താഴേക്കുള്ള ഗ്രാവിറ്റിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ബലാബലത്തിൽ ജയിക്കുന്നത് ബോയൻസി ഫോഴ്സാണ്. അതുകൊണ്ട് ആ വസ്തു വെള്ളത്തിന് മുകളിലേക്ക് വരും. എന്നാൽ വെള്ളത്തേക്കാൾ ഡെൻസിറ്റി കൂടിയ വസ്തുവാണെങ്കിൽ അവിടെ ജയിക്കുന്നത് ഗ്രാവിറ്റിയാണ്. അത് മുങ്ങിപ്പോകും. ഇങ്ങനെ ഒരു വസ്തു വെള്ളത്തിലേക്ക് താഴ്ത്തുമ്പോൾ കുറേ വെള്ളം ഒഴിഞ്ഞു മാറുന്നുണ്ടല്ലോ. ഇപ്പം 1 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി അത് വെള്ളത്തിലേക്ക് താഴ്ത്തുമ്പോൾ ആ കുപ്പിയുടെ വലിപ്പം, അതിൻ്റെ വ്യാപ്തത്തിൻ്റെ അതേ അളവിൽ വെള്ളം ഒഴിഞ്ഞു കൊടുക്കണമല്ലോ. എന്നാൽ ആ ഒഴിഞ്ഞു കൊടുക്കുന്ന വെള്ളത്തിന് 1 കിലോ ഭാരമുണ്ടാകും. എന്നാൽ ആ കുപ്പിക്ക് 100 ഗ്രാം മാത്രമേ ഭാരമുള്ളൂ. ആ അവസ്ഥയിലാണ് അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. എന്നാൽ അതേ വലിപ്പവും വോളിയവുമുള്ള ഒരു ഇരുമ്പ് കഷ്ണം ഇട്ടാലോ, അപ്പോഴും ഒഴിഞ്ഞു മാറുന്നത് 1 കിലോ വെള്ളം തന്നെ ആയിരിക്കും. പക്ഷേ അതേ വലിപ്പമുള്ള ഇരുമ്പിന് 7.5 കിലോ ഭാരമുണ്ടാകും. അപ്പോൾ വെള്ളത്തിന് ആ ബോയൻസി ഫോഴ്സിന് അതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പോൾ അത് താണുപോകും. അതായത് ഒരു വസ്തു വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യണോ താണു പോകണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഡെൻസിറ്റി,
ഒഴിഞ്ഞു മാറുന്ന വെള്ളത്തിൻ്റെ ഭാരം, വെള്ളത്തിൻ്റെ ബോയൻസി ഫോഴ്സ് എന്നീ ഘടകങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നിയന്ത്രിക്കാവുന്നത് ആ വസ്തുവിൻ്റെ ഭാരം മാത്രമാണ്. ഉദാഹരണത്തിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കുപ്പി, അതിലേക്ക് നമ്മൾ കുറേശ്ശെ മണൽ നിറയ്ക്കുന്നു എന്ന് കരുതുക. ആ കുപ്പി പതുക്കെ പതുക്കെ വെള്ളത്തിലേക്ക് താഴും. ഒരു ഘട്ടം എത്തുമ്പോൾ പൂർണ്ണമായും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. ഇനി ആ മുങ്ങിക്കിടക്കുന്ന കുപ്പിയിൽ നിന്ന് നമ്മൾ കുറേശ്ശെ മണൽ നീക്കം ചെയ്യുന്നു എന്ന് കരുതുക. ഭാരം കുറയുന്നതിനനുസരിച്ച് ആ കുപ്പി വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരും. ഇവിടെ സംഭവിക്കുന്നത് മണൽ നിറയ്ക്കുമ്പോൾ കുപ്പിയും മണലും എല്ലാം കൂടിയുള്ള ഒരവസ്ഥയിൽ ഡെൻസിറ്റി കൂടി വരുന്നു. ഒരു ഘട്ടം എത്തുമ്പോൾ ആകെ ഡെൻസിറ്റി വെള്ളത്തേക്കാൾ അധികമാകും. അപ്പോൾ ബോയൻസി ഫോഴ്സ് ഇതിൻ്റെ ഭാരത്തേക്കാൾ കുറയും. മണൽ നിറച്ച കുപ്പി താണുപോകും. ഇവിടെ ഒരു വലിയ സംശയമുണ്ടാവും. അങ്ങനെയെങ്കിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കപ്പൽ എങ്ങനെയാണ് ഫ്ലോട്ട് ചെയ്യുന്നത്? അത് കപ്പലിൻ്റെ പ്രത്യേക ഷേപ്പ് കാരണമാണ്. ഈ ഷേപ്പ് കാരണം ആ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ധാരാളം പൊള്ളയായ സ്ഥലമുണ്ട്. അവിടെയെല്ലാം വായുവാണ് ഉണ്ടാവുക. അങ്ങനെ കപ്പലിൻ്റെ ഉരുക്ക് സ്ട്രക്ചറും അത് ഉൾക്കൊള്ളുന്ന വായുവിൻ്റെയും ടോട്ടൽ ഡെൻസിറ്റി വെള്ളത്തേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ കപ്പൽ ഇറക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന വെള്ളം അഥവാ ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ വെയിറ്റ് കപ്പലിൻ്റെ ഭാരത്തേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായി വെള്ളത്തിൻ്റെ ബോയൻസി ഫോഴ്സ് കപ്പലിൻ്റെ ഗ്രാവിറ്റി ഫോഴ്സിനേക്കാൾ കൂടുതലായിരിക്കും. കപ്പലിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റിയേക്കാൾ കൂടുതലായിരിക്കും. സ്വാഭാവികമായി കപ്പൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യും. എന്നാൽ ഈ കപ്പലിലൊരു തുള വീണാലോ, അതിലൂടെ വെള്ളം കയറി ഭാരം കൂടിക്കൂടി ബോയൻസി ഫോഴ്സ് തോൽക്കുമ്പോൾ കപ്പൽ മുങ്ങിപ്പോകും. മുങ്ങിക്കപ്പലിൽ ചെയ്യുന്നത് മേൽപ്പറഞ്ഞ കുപ്പിയുടെ ഉദാഹരണം പോലെ ആവശ്യത്തിന് ഭാരം കൂട്ടുകയും കുറയ്ക്കുകയുമാണ്. ഇതത്ര എളുപ്പമല്ല. സബ്മറൈൻ എന്ന് പറയുന്ന ഒരു ഭീമൻ കുഴലാണ്. ഇതിൻ്റെ വശങ്ങളിൽ വായു നിറച്ച പൊള്ളയായ ചേമ്പറുകളുണ്ട്. ഇതിൽ വായു മാത്രമാകുമ്പോൾ കപ്പലിൻ്റെ ആകെ ഡെൻസിറ്റി വെള്ളത്തേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ബോയൻസി ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ അന്തർവാഹിനി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. എന്നാൽ എപ്പോഴാണ് ഡൈവ് ചെയ്യണമെന്ന്, മുങ്ങണമെന്ന് തോന്നുന്നോ, അപ്പോൾ ഈ അറകളിലെ വായുവിനെ കംപ്രസ് ചെയ്ത് വേറെ അറകളിലേക്ക്, ചേമ്പറുകളിലേക്ക് മാറ്റും. വായു ഉണ്ടായിരുന്ന ആ ചേമ്പറുകളിലേക്ക് കടൽ വെള്ളത്തിനെ പമ്പ് ചെയ്ത് കയറ്റും. അപ്പോൾ ക്രമേണ കപ്പലിൻ്റെ ഭാരം കൂടിക്കൂടി ഒരു സ്റ്റേജിലെത്തുമ്പോൾ ടോട്ടൽ വെയിറ്റ് ബോയൻസി ഫോഴ്സിനെ തോൽപ്പിക്കും. അപ്പോൾ സബ്മറൈൻ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്ത് താഴും. എപ്പോൾ ഫ്ലോട്ട് ചെയ്യണമെന്ന് തോന്നുന്നോ, അപ്പം ഈ ചേമ്പറുകളിൽ നിറച്ച വെള്ളം മുഴുവൻ കടലിലേക്ക് തന്നെ പമ്പ് ചെയ്ത് കപ്പലിൻ്റെ ഭാരം കുറയ്ക്കും. അവിടേക്ക് കംപ്രസ് ചെയ്ത് മാറ്റിവെച്ചിരിക്കുന്ന വായുവിനെ നിറയ്ക്കും. അപ്പോൾ കപ്പലിൻ്റെ ഭാരം കുറയും. അങ്ങനെ വെള്ളത്തിന് മുകളിലേക്ക് വരും. ഇങ്ങനെയാണ് സബ്മറൈനുകൾ ഡൈവ് ചെയ്യുന്നതും ഫ്ലോട്ട് ചെയ്യുന്നതും. പറയുമ്പോൾ എത്ര സിമ്പിളാണല്ലേ? പക്ഷേ ഇതിൻ്റെ ടെക്നോളജി എത്ര സങ്കീർണമാണെന്ന് ചിന്തിക്കാൻ പോലും ആവില്ല. അന്തർവാഹിനികൾ രണ്ട് തരത്തിലുണ്ട്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന പരമ്പരാഗത ഡീസൽ സബ്മറൈനുകൾ, അതാണ് ഏറ്റവും അധികമുള്ളത്. ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് ഇതിൻ്റെ ഉള്ളിലെ ബാറ്ററികൾ ചാർജ് ചെയ്ത് ആ ബാറ്ററികളിലെ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് പിന്നിലെ ഒരു പ്രൊപ്പല്ലർ കറക്കിയാണ് ഈ സബ്മറൈൻ യാത്ര ചെയ്യുന്നത്. ഇവയുടെ ഏറ്റവും വലിയൊരു പോരായ്മ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന് മുകളിലേക്ക് ഫ്ലോട്ട് ചെയ്ത് വരണം എന്നതാണ്. കാരണം ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യാൻ ഫ്രഷ് എയർ ആവശ്യമാണ്. അതുപോലെ അപ്പോഴുണ്ടാകുന്ന പുക വായുവിലേക്ക് തള്ളുകയും വേണം. ഇതിന് ഉപരിതലത്തിലെത്തിയേ പറ്റൂ. ഇങ്ങനെ ബാറ്ററി ചാർജ് ചെയ്ത് വീണ്ടും വെള്ളത്തിലേക്ക് ഊളിയിടും. ഡീസൽ തീരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തീരത്തേക്കും വരണം. അന്തർവാഹിനികളെ ഏറ്റവും മാരകമാക്കുന്നത് ഡൈവ് ചെയ്ത് മുങ്ങി സഞ്ചരിക്കുമ്പോൾ ഇവയെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. എവിടെ വേണമെങ്കിൽ അവന് പതുങ്ങിക്കിടക്കാനാകും. ശത്രു കപ്പലുകളെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാം. എന്നാൽ വെള്ളത്തിന് മുകളിലേക്ക് വന്നാൽ ഇവനെ കണ്ടെത്താൻ വളരെ എളുപ്പവുമാണ്. അപ്പം അത് ശത്രുവിൻ്റെ ഒരു സോഫ്റ്റ് ടാർഗറ്റാണ്. അതാണ് ഡീസൽ അന്തർവാഹിനികളുടെ ഏറ്റവും വലിയ പോരായ്മ. എന്നാൽ ആണവ അന്തർവാഹിനികൾ അങ്ങനെയല്ല. അവ പ്രവർത്തിക്കുന്നത് ബാറ്ററികളിലല്ല. അതിലെ ഒരു ചെറിയ ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ച് വലിയ ചൂടുണ്ടാക്കി അതുകൊണ്ട് വെള്ളം തിളപ്പിച്ച് ഹൈ പ്രഷർ സ്റ്റീം ഉപയോഗിച്ച് ഒരു സ്റ്റീം ടർബൈൻ കറക്കി
പിന്നിലെ പ്രൊപ്പല്ലർ കറക്കിയാണ് ഇവ സഞ്ചരിക്കുന്നത്. ഇതിലെ ചെറിയ കോമ്പാക്റ്റ് റിയാക്ടർ നിർമ്മിക്കുമ്പോൾ തന്നെ അതിൻ്റെ ലൈഫ് ടൈമിലേക്ക് ആവശ്യമായ ന്യൂക്ലിയർ ഫ്യൂവൽ അതിൽ നിറച്ചിട്ടുണ്ടാകും. അത്ഭുതം തോന്നുന്നു കൂട്ടുകാരെ, ഒരു ന്യൂക്ലിയർ സബ്മറൈൻ 30 വർഷം പ്രവർത്തിക്കാൻ 6-7 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം മതി. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ കരയിലേക്ക് വരണ്ട, ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ മുകളിലേക്ക് ഫ്ലോട്ട് ചെയ്യണ്ട, മുങ്ങിയാൽ എത്ര കാലം വേണമെങ്കിൽ ഫ്ലോട്ട് ചെയ്യാതെ എവിടെ വേണമെങ്കിൽ പമ്മി നടക്കാം. ഭക്ഷണം പോലുള്ള ആവശ്യങ്ങൾക്ക് മാത്രം 3-4 മാസത്തിൽ മുകളിലേക്ക് വന്നാൽ മതി, തീരത്തേക്ക് വന്നാൽ മതി. മുങ്ങിക്കപ്പൽ എന്നാണ് പറയുന്നതെങ്കിലും ഇവന് കൂടുതൽ സാമ്യം വിമാനത്തോടാണ്. വിമാനത്തെ പോലെ എയറോഡൈനാമിക് ഷേപ്പ്, ചിറകുകൾ, വാല് ഒക്കെ ഉണ്ട്. ഡൈവ് ചെയ്താൽ പരമാവധി വേഗത 30 നോട്ടിക്കൽ മൈലാണ്. അന്തർവാഹിനികൾക്ക് ജനാലകളില്ല, ഉണ്ടെങ്കിലും ഒട്ട് പ്രയോജനവുമില്ല. കാരണം ആഴത്തിൽ പോകുമ്പോൾ അവിടെ കുറ്റിരുട്ടാണ്. ഇവൻ വഴി കണ്ടുപിടിക്കുന്നത് സോണാർ ഉപയോഗിച്ചാണ്. എന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി ശബ്ദം പുറപ്പെടുവിക്കുന്ന ഉപകരണം. ഇത് സബ്മറൈൻ്റെ മുന്നിലെ ഉരുണ്ട ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ടാകും. ഇതിൽ നിന്നുള്ള ശബ്ദതരംഗങ്ങൾ എവിടെയെങ്കിലും തട്ടി തിരിച്ചു വരുന്നത് അനലൈസ് ചെയ്താണ് മുന്നിലെ കാര്യങ്ങൾ അവിടെ എന്തൊക്കെയുണ്ട്, ആരൊക്കെയുണ്ട് എന്നൊക്കെ അറിയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവൻ ഒരു അന്ധനാണ്. ഇവൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നത് ഇവൻ്റെ കാതുകളാണ്. ആ കാതുകൾ കൊണ്ടാണ് ഇവൻ കാണുന്നത്. ഇത് ശരിക്കും പ്രകൃതിയിൽ വാവലുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ആ വവ്വാലുകൾക്ക് കാഴ്ച കുറവാണ്, പക്ഷേ അത് പ്രധാനമായും ഇതേപോലെയുള്ള ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് പുറപ്പെടുവിച്ച് മുമ്പിലുള്ള തടസ്സങ്ങളിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടി തിരിച്ചു വരുമ്പോൾ അത് കേട്ടുകൊണ്ടാണ് ഇത് വഴി കണ്ടുപിടിക്കുന്നത്. അത് തന്നെയാണ് സബ്മറൈനിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെയുമുണ്ട് പ്രശ്നം. ഇതിലെ സോണാർ തരംഗങ്ങൾ ശത്രുവിൻ്റെ കപ്പലുകളിൽ ലഭിച്ചാൽ ഇവൻ്റെ സാന്നിധ്യം ഉറപ്പാക്കും. ഇവനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ തകർക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് മിക്കപ്പോഴും ഈ സോണാർ ഓഫ് ചെയ്ത് വെച്ച് കടലിലെ മറ്റ് ശബ്ദങ്ങൾ കേട്ട് അനലൈസ് ചെയ്താണ് ഇവൻ്റെ യാത്ര. അതുപോലെ മുങ്ങിക്കിടന്നുകൊണ്ട് ഈ സർഫസ് നിരീക്ഷിക്കാനും അന്തർവാഹിനികൾക്ക് കഴിയും. ജലപ്പരപ്പിന് തൊട്ട് താഴെ വന്ന് പെരിസ്കോപ്പ് എന്ന ഉപകരണം ജലപ്പരപ്പിലേക്ക് ഉയർത്തിയാണ് ഇത് ചെയ്യുന്നത്. ഇതിന് പെരിസ്കോപ്പിക് ലെവൽ എന്നാണ് പറയുക. അന്തർവാഹിനികളിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ മറ്റൊരു സങ്കീർണമായ ടെക്നോളജിയാണ്. മുങ്ങിക്കിടക്കുമ്പോൾ സാധാരണ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാവില്ല. സാധാരണ റേഡിയോ തരംഗങ്ങളെയൊക്കെ ഈ ഉപ്പുവെള്ളം അങ്ങ് അബ്സോർബ് ചെയ്യും. ഇതിനു വേണ്ടി VLF വെരി ലോ ഫ്രീക്വൻസി എന്ന 100 കണക്കിന് കിലോമീറ്റർ വേവ് ലെങ്തുള്ള പ്രത്യേക തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് കൈകാര്യം ചെയ്യാൻ കരയിൽ പടുകൂറ്റൻ ആൻറ്റിനകൾ വേണം. കിലോമീറ്ററുകളോളം നീളത്തിൽ ആൻറ്റിനകൾ ഇങ്ങനെ നിരത്തി വയ്ക്കണം. വലിയ സംവിധാനം വേണം അതിന്. തമിഴ്നാട്ടിൽ ഇന്ത്യയുടെ സബ്മറൈനുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ INS കട്ടബൊമ്മൻ എന്ന ഒരു പടുകൂറ്റൻ സെറ്റപ്പുണ്ട്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് അന്തർവാഹിനികൾ ഒരു നേവിക്കും രാജ്യത്തിനും എത്രത്തോളം പ്രധാനമാണ് എന്ന് മനസ്സിലായില്ലേ? ഇപ്പോഴുള്ള അന്തർവാഹിനികളിൽ വെറും കപ്പലുകൾ മുക്കാനുള്ള ടോർപിഡോകൾ മാത്രമല്ല ഉള്ളത്. 1000 കിലോമീറ്റർ അകലേക്ക് തൊടുക്കാവുന്ന ആണവ മിസൈലുകൾ വരെയുണ്ട്. ഇതുപോലെ ആണവ മിസൈലുകളെ ഗർഭം ധരിച്ചുകൊണ്ട് അനേകം അന്തർവാഹിനികൾ ലോകം മുഴുവനുമുള്ള സമുദ്രങ്ങളിൽ പതുങ്ങിക്കിടപ്പുണ്ട്. അങ്ങനെ ശ്രീലങ്കയ്ക്ക് സമീപം എവിടെയോ പതുങ്ങിക്കിടന്ന അമേരിക്കൻ നേവിയുടെ ഏതോ ഒരു ന്യൂക്ലിയർ സബ്മറൈനാണ് ഇറാനിൻ്റെ കപ്പലിനെ തകർത്തത്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇത് 3ാം തവണയാണ് അന്തർവാഹിനിയിൽ നിന്നുള്ള ആക്രമണത്തിൽ ഒരു കപ്പൽ മുങ്ങുന്നത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ INS ഖുക്രി എന്ന കപ്പൽ പാകിസ്ഥാൻ അന്തർവാഹിനിയിൽ നിന്നുള്ള ടോർപിഡോ ആക്രമണത്തിൽ തകർന്നു. 1982 ഫോക്ലാൻഡ് യുദ്ധത്തിൽ അർജൻറ്റീനയുടെ ഒരു കപ്പൽ ഇതുപോലെ ബ്രിട്ടീഷ് അന്തർവാഹിനി മുക്കിയിരുന്നു. പിന്നെ ഇപ്പോൾ ഇറാനിയൻ കപ്പലും. അമേരിക്കയും റഷ്യയുമാണ് അന്തർവാഹിനികളുടെ കാര്യത്തിലെ രാജാക്കന്മാർ. ഇരുവർക്കും ഇഷ്ടം പോലെ ആണവ അന്തർവാഹിനികളുണ്ട്. ചൈനയുടെ ആണവ അന്തർവാഹിനികളുടെ കാര്യത്തിൽ സ്ഥിരീകരണം ഇല്ല, ഉണ്ടെന്ന് പറയുന്നു. ഇന്ത്യക്ക് ഇപ്പോൾ 3 ആണവ അന്തർവാഹിനികളുണ്ട്. 4ാമത്തേത് കമ്മീഷനിങ്ങിന് തയ്യാറെടുക്കുന്നു.
2500 കിലോമീറ്ററിലധികം പരിധിയുള്ള ന്യൂക്ലിയർ വാർഹെഡ്സുള്ള K4 മിസൈലുകളാണ് ഇന്ത്യയുടെ അരിഹന്ത് ക്ലാസ്സിലുള്ള അന്തർവാഹിനികളിലുള്ളത്. 1971 പാകിസ്ഥാൻ യുദ്ധസമയത്ത് ഇന്ത്യക്ക് സ്വന്തമായി അന്തർവാഹിനികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നതാനും. ഖുക്രിയുടെ തകർച്ചയാണ് ഇന്ത്യയെ ഇരുത്തി ചിന്തിപ്പിച്ചതും പിന്നീട് അന്തർവാഹിനികൾ വാങ്ങാൻ കാരണമായതും ഇപ്പോൾ സ്വന്തമായി നിർമ്മിക്കുന്നതും. വലിപ്പത്തിനനുസരിച്ച് 100 മുതൽ 200 വരെ നാവികർ ഒരു അന്തർവാഹിനിയിൽ ഉണ്ടാകും. മാസങ്ങളോളം പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ കഴിയാതെ പരിമിതമായ സ്ഥലത്ത് താമസിക്കുമ്പോഴുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ ഈ മേഖലയിലെ വലിയ വെല്ലുവിളികളാണ്. അന്തർവാഹിനികൾ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമാണെന്ന് ആദ്യം പറഞ്ഞല്ലോ. എന്നാൽ ഒരു അന്തർവാഹിനിയിൽ കയറാനുള്ള അവസരം ഇപ്പോഴുണ്ട് കേട്ടോ. വിശാഖപട്ടണത്തെ ശ്രീരാമകൃഷ്ണ ബീച്ചിലാണ് ആ സൗകര്യമുള്ളത്. ഡീകമ്മീഷൻ ചെയ്ത INS കുർസുറ എന്ന അന്തർവാഹിനി അവിടെ കരയ്ക്ക് കയറ്റി വെച്ച് ഒരു മ്യൂസിയം ആക്കിയിട്ടുണ്ട്. നേവി തന്നെയാണത് പരിപാലിക്കുന്നത്. പൊതുജനങ്ങൾക്ക് അവിടെ ടിക്കറ്റ് എടുത്ത് കയറാം. നേവി ഉദ്യോഗസ്ഥർ അന്തർവാഹിനിയുടെ പ്രവർത്തനം നല്ല ചുരുക്കി നല്ല ഗംഭീരമായിട്ട് പറഞ്ഞു തരും. ഞാനവിടെ പോയിട്ടുണ്ട്. നല്ല ഒരു അനുഭവമാണത്. സാധാരണ പറഞ്ഞല്ലോ, ഈ അന്തർവാഹിനികളെ പറ്റിയുള്ള ദുരൂഹതകളൊക്കെ നമുക്ക് ഒരു കൗതുകമായി മാറുന്ന അനുഭവമാണത്. വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യുക. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.